പരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു തുടങ്ങിയത് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഹല്ലേലൂയ. ആ ഭാഗം നമുക്കൊന്ന് വായിച്ചിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 18-23. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ ഭാഗത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചിരുന്നു. 2 പദങ്ങളാണ് നാം പ്രധാനമായിട്ടും കാണുന്നത്: കഷ്ടത, തേജസ്. കഷ്ടതയും തേജസ്സും. ഈ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗം മനസ്സിലാകേണ്ടതിന് നാം കഷ്ടതയോടും തേജസ്സിനോടും അനുബന്ധപ്പെടുത്തി 4 കാര്യങ്ങൾ മനസ്സിലാക്കണം, മനസ്സിൽ ഉറയ്ക്കണം. അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിയുമ്പോൾ ഈ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ അതിൻ്റെ 1, 2, 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ. ഒന്നാമത് നമ്മൾ കണ്ടത് കഷ്ടതയും തേജസ്സും ഒന്നിച്ചു ചേർത്താണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സഫറിങ്സ് ആൻഡ് ഗ്ലോറി, ബോത്ത് ഓഫ് ദം ആർ വെൽഡഡ് ടുഗെദർ. രണ്ടും ഒന്നിച്ചാണ് പോകുന്നത്. അത് നമ്മുടെ ഏറ്റവും വലിയ മാതൃകയായ കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും, ശേഷം വരുന്ന അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും, ആദിമ സഭാ പിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ശരിക്കും വീണ്ടും ജനിച്ച ഒരു ദൈവ മകന്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും ഇതാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കഷ്ടതയും തേജസ്സും അതൊന്നിച്ചാണ് പോകുന്നത്. രണ്ടാമത്, കഷ്ടതയും തേജസ്സും 2 കാലങ്ങളെ സൂചിപ്പിക്കുന്നു, പ്രതിനിധീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. തേജസ് എന്നുള്ളത് വെളിപ്പെടാനിരിക്കുന്ന ഒരു ഭാവി കാലത്തോട് അനുബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തെ കഷ്ടതയോട് ചേർത്താണ്, കഷ്ടത ആണ് പ്രതിനിധീകരിക്കുന്നത്. അതാണ് നമ്മൾ രണ്ടാമത് കണ്ടത്. മൂന്നാമത് നാം ശ്രദ്ധിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ, ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയത്. എന്തുകൊണ്ട് അപ്പസ്തോലൻ പറയുന്നത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുന്നത്? വരാനിരിക്കുന്ന തേജസ്സിന്റെ മഹിമ കണ്ട് അപ്പസ്തോലൻ പറയുകയാ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഇത് ലഘുവായ കഷ്ടം എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്. ഹല്ലേലൂയ. കാരണം വരാനിരിക്കുന്ന തേജസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴുള്ള കഷ്ടങ്ങൾ ഒന്നുമല്ല, അതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇപ്പോഴുള്ള കഷ്ടങ്ങൾ നമ്മൾ കണ്ടു. കൊരിന്ത്യൻ ലേഖനത്തിൽ നിന്നൊക്കെ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് കടന്നുപോയ കഷ്ടതയുടെ ആ ലിസ്റ്റ് നമ്മൾ കണ്ടു. ആ കഷ്ടതകളെ എല്ലാം ചേർത്ത് അപ്പസ്തോലൻ പറയുന്നത് ഇത് ലഘുവായ കഷ്ടം. എന്തുകൊണ്ടാ ലഘുവായ കഷ്ടം? വരാനിരിക്കുന്ന തേജസ്സില്, എനിക്ക് ലഭിക്കാനിരിക്കുന്ന തേജസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇതൊന്നും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ വെറും ലഘുവായ കഷ്ടങ്ങൾ എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ കണ്ടല്ലോ, എത്രയോ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രയോ വലിയ കഷ്ടത്തിലൂടെയാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കടന്നുപോയത്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഒരു പാട്ടുകാരന് ഇംഗ്ലീഷ് വേഴ്സ് ഹിംസിൽ ഇങ്ങനെ പാടി ഇങ്ങനെ എഴുതിയൊരു വരി ഞാൻ കേട്ടത്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വായിക്കാം. ജസ്റ്റ് വൺ ഗ്ലിംസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഗ്ലോറി. Just one glimpse of him in glory will repay all the toils of life. കർത്താവിനെ ഒന്ന് കാണുന്നത് തന്നെ ഈ ഭൂമിയിൽ നാം അനുഭവിച്ച സകല കഷ്ടതകൾക്കും മറുവില കിട്ടി എന്ന പാട്ടുകാരൻ പറയുന്നത്. അവനെ അവന്റെ മഹത്വത്തിൽ കാണുന്നത്, that's enough to repay whatever the toils that we undergo on this life. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുസ്തകം പറയുന്നത് ലഘുവായ കഷ്ടം, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഇതാ നമ്മൾ മൂന്നാമത് കണ്ടത്. നാലാമത്, ആ ഭാഗത്തോട് ചേർന്ന് നമുക്ക് ആ നാലാമത്തെ ഭാഗം കൂടെ ഒന്ന് ചിന്തിക്കാം. സഫറിങ്സും ഗ്ലോറിയും കൺസേൺസ് ബോത്ത് ഗോഡ്സ് ക്രിയേഷൻ ആൻഡ് ഗോഡ്സ് ചിൽഡ്രൻ. എന്ന് വെച്ചാൽ കഷ്ടതയും തേജസ്സും എന്നത് ദൈവത്തിന്റെ മക്കൾക്ക് സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ സൃഷ്ടിക്കും അങ്ങനെ തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. കഷ്ടതയും തേജസ്സും എന്നുള്ളത് ദൈവ മക്കൾക്ക് മാത്രമല്ല, ദൈവത്തിന്റെ സൃഷ്ടിക്കും അങ്ങനെ തന്നെയാ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതാ നമ്മൾ തുടർന്ന് ഇന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ ആദാമിന്റെ പാപനിമിത്തം ആണ് ഈ ഭൂമി ശപിക്കപ്പെട്ടത്. അല്ലെങ്കിൽ മനുഷ്യന്റെ പാപനിമിത്തമാണ് ഈ ഭൂമി, കർത്താവിന്റെ സൃഷ്ടിയായ ഭൂമി ശപിക്കപ്പെട്ടത്. ആ ശാപത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. ഭൂമിക്ക് എന്ത് സംഭവിക്കും, ഭൂമിക്ക് സംഭവിച്ചതായ മാറ്റങ്ങൾ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവൻ തൻ്റെ മുഖത്തെ വിയർപ്പോടെ ആഹാരം ഭക്ഷിക്കും, അവൻ പൊടിയിലേക്ക് തന്നെ മടങ്ങിപ്പോകും, തിരികെ പോകും. അങ്ങനെ പല കാര്യങ്ങളും ഉൽപ്പത്തി പുസ്തകം മനുഷ്യന്റെ പാപത്തോട് ബന്ധപ്പെടുത്തി വന്ന മാറ്റങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം, മനുഷ്യന്റെ പാപം നിമിത്തം അവന് മാത്രമല്ല സൃഷ്ടിക്കും പ്രശ്നമുണ്ടായി. കർത്താവിന്റെ കാൽവരി യാഗത്തോടെ അത് റീവേഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ റീവേഴ്സില് മനുഷ്യന് മാത്രമല്ല ദൈവത്തിന്റെ സൃഷ്ടിക്കുമുണ്ട് ഈ റീവേഴ്സ്. അതാ നമ്മൾ ആ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അത് ഞാൻ വ്യക്തമാക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്രനിലൂടെ ഈ ശാപത്തിൽ നിന്നുള്ള റീവേഴ്സ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാ റിവേഴ്സ് ആവുന്നത്, തിരികെ പോകുന്നത്, മടങ്ങിപ്പോകുന്നത്. ഒന്ന്, പാപം നിമിത്തമുണ്ടായ മരണം നീങ്ങിപ്പോവും. 2, ദേഹി വഷളായി തീർന്നു. 3, ദേഹം മരണത്തിനധീനമായി തീർന്നു. മരണം, പാപം നിമിത്തമുള്ള മരണം, ദേഹിയുടെ അവസ്ഥ, വഷളായ അവസ്ഥ,
മരണത്തിന് അധീനമായി തീർന്നു. അതല്ലേ പറഞ്ഞത്, നീ ആ പൊടിയിലേക്കു തന്നെ മടങ്ങും. ഇത് മൂന്നുമാണ് ക്രിസ്തുയേശുവിൽ റിവേഴ്സ് ചെയ്യപ്പെടുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ ക്രിസ്തുയേശുവിൽ ദൈവം ഉയർപ്പിച്ചു. മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് ക്രിസ്തുയേശുവിൽ നടത്തുന്നു. നമ്മുടെ ദേഹിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാസത്തോടെ നമ്മുടെ ദേഹിയിൽ നടക്കുന്ന ശുദ്ധീകരണം എന്ന പ്രക്രിയ, ദേഹി എന്തായി തീർന്നു? വഷളായി തീർന്നു. അതിനെ റിവേഴ്സ് ചെയ്യുകയാണ്, അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്, ദേഹം മരണത്തിന് അധീനമായി തീർന്നു. എന്നാൽ കർത്താവിലൂടെ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാ ദൈവമക്കളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഇത് സംഭവിക്കുന്നത് ദൈവമക്കൾക്ക് മാത്രമല്ല, പിന്നെയോ മനുഷ്യന്റെ പാപം നിമിത്തം ശപിക്കപ്പെട്ട ഭൂമിയും ആ ശാപത്തിൽ നിന്ന് വിടുതൽ അനുഭവിക്കാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ അല്പം അൺഡിവൈഡഡ് അറ്റൻഷനോടെ കേൾക്കണം. നമുക്ക് ഈ ഭാഗം ആ വാക്യങ്ങൾ ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വ്യക്തമാകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിൽ നിന്ന് റിവേഴ്സ് ചെയ്യപ്പെടുന്നു. ദേഹിയുടെ വഷളായ അവസ്ഥയിൽ നിന്ന് മാറ്റം ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാ, ശുദ്ധീകരണം. 3, നമ്മുടെ ഈ ശരീരവും ഉയിർക്കും. മരണത്തിന് അധീനമായി തീർന്ന ഈ ശരീരവും രൂപാന്തരപ്പെട്ട് ഉയിർക്കും. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ കാൽവരി യാഗത്തിലൂടെ നടക്കുന്ന റിവേഴ്സിൽ നഷ്ടപ്പെട്ടു പോയതിലേക്കുള്ള മടങ്ങിപ്പോക്ക്, റിവേഴ്സ്. പാപം നിമിത്തം എന്താണോ നഷ്ടപ്പെട്ടത് മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയെ ഭൂമിക്കും എന്താണോ നഷ്ടപ്പെട്ടത്, അതിലേക്കുള്ള മടങ്ങിപ്പോക്ക്, അതായത് റിവേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഭൂമിയും ആ ശാപത്തിൽ നിന്ന് വിടുതൽ അനുഭവിക്കാൻ പോവുകയാണ്. ഇവിടെ അതിനെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെ ആ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ആ സൃഷ്ടിയുടെ ആ വെയിറ്റിംഗ്, ആ കാത്തിരിപ്പിനെ ഒരു ആഡ്ജക്റ്റീവ് ഉപയോഗിച്ചാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ആകാംക്ഷ എന്ന വാക്കിന്റെ റൂട്ട് ലാംഗ്വേജില് അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാനൊന്ന് വായിക്കാം. ആകാംക്ഷയോടെ കാത്തിരിക്കുക. ആകാംക്ഷ എന്ന് വെച്ചാൽ ഗ്രീക്കിൽ അതിന്റെ അർത്ഥം ടു വെയിറ്റ് വിത്ത് the head raised and the eye fixed on the point of the horizon from which the expected object is to come. എന്ന് വെച്ചാ കാലിൽ എത്തി കുത്തി നിന്ന് തല പൊക്കി വളരെ ശ്രദ്ധയോടെ വളരെ പ്രതീക്ഷയോടെ ദൂരേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പിക്ചറാ ആ വാക്കുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. സൃഷ്ടി പോലും കാലിൽ എത്തിക്കുത്തി നിന്ന് തലപൊക്കി ശ്രദ്ധയോടെ പ്രതീക്ഷയോടെ ദൂരേക്ക് നോക്കിക്കൊണ്ടിരിക്കുക.
അതുകൊണ്ട് അപ്പോസ്തലൻ പറയും, സൃഷ്ടി പോലും ദൈവമക്കളുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവമക്കളുടെ വെളിപ്പെടലിലാണ് ഞങ്ങൾക്കും ഒരു വിടുതൽ ലഭിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 8:19 ഞാൻ ഒന്നുകൂടെ വായിക്കാം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്റെ പ്രിയരെ, ദൈവത്തിന്റെ സൃഷ്ടിയും മനുഷ്യന്റെ പാപം മൂലം ദൈവം ഭൂമിയെ എന്തിനായി സൃഷ്ടിച്ചോ അതിന്റെ ആ പർപ്പസ് പൂർത്തീകരിക്കാൻ പറ്റാതെ ശാപത്തിന്റെ കീഴിൽ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ അപ്പോസ്തലനോട് പറയുന്ന, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ആ സൃഷ്ടി. എന്നാ ഇത് സംഭവിക്കാൻ പോകുന്നത്? ദൈവപുത്രന്മാർ, ദൈവമക്കളുടെ ആ വെളിപ്പെടൽ എന്നാ സംഭവിക്കാം? അന്നാണല്ലോ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഉണ്ടാകാൻ പോകുന്നത്. അതിനായി കാത്തിരിക്കുക. ഹല്ലേലൂയ. തുടർന്ന് അതിന്റെ 20-22 വാക്യങ്ങൾ നോക്കുമ്പോൾ 20-22 വാക്യങ്ങളിൽ നാം കാണുന്നത്, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. തുടർന്ന് 21-22 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ സമയം വീണ്ടും വായിക്കുന്നില്ല. എന്റെ പ്രിയരെ, ഇവിടെ കാണുന്നത് എന്നാന്നറിയോ? ഇവിടെ അപ്പോസ്തലൻ ദൈവത്തിന്റെ സൃഷ്ടിയെ ഒന്ന് പേഴ്സോണിഫൈ ചെയ്തിട്ട് സംസാരിച്ചിരിക്കുക. പേഴ്സോണിഫൈ ചെയ്ത് സംസാരിക്കുക എന്ന് വെച്ചാല് ജീവനുള്ള ഒരു വ്യക്തിത്വം പോലെ സങ്കല്പിച്ചുകൊണ്ട്, സൃഷ്ടിയെ ഒരു ജീവനുള്ള വ്യക്തിത്വം പോലെ സങ്കല്പിച്ചുകൊണ്ട് ആ സൃഷ്ടിക്ക് എന്തു സംഭവിച്ചു എന്നും ആ സൃഷ്ടിക്ക് ഇനി ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ ആ സൃഷ്ടി എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇനി ആ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ അത് വ്യക്തമാകും. അതായത് ദൈവത്തിന്റെ സൃഷ്ടിയെ, ഈ ഭൂമിയെ ഒരു വ്യക്തി പോലെ, ജീവനുള്ള ഒരു വ്യക്തി പോലെ സങ്കല്പിച്ചിട്ട് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന വാക്യങ്ങളാ 20-22 എന്താണ്? ആ സൃഷ്ടിക്ക് എന്തു സംഭവിച്ചു, ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും, ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതാ ഇവിടെ പറയുന്നത്. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് 22-ാം വാക്യത്തിൽ ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു. ഞാനത് വിവരിക്കാതെ. ഹല്ലേലൂയ. ഒന്നാമത് എന്താ സംഭവിച്ചത് അത് പറയട്ടെ. സൃഷ്ടിക്ക് എന്താ സംഭവിച്ചത്? സൃഷ്ടി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം നമ്മൾ നോക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ചാല്, മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഭൂമി മനുഷ്യന്റെ പാപനിമിത്തം ശപിക്കപ്പെട്ടു. ശപിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഭൂമി അതിന്റെ പർപ്പസ് എന്തിനു വേണ്ടിയാണോ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് അത് മുഴുവനായി ഫുൾഫിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഭൂമി, മനുഷ്യന്റെ പാപം നിമിത്തം. ഹല്ലേലൂയ. ഭൂമി അതിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. മുമ്പ് പാപം ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു എന്നതിന്റെ ചെറിയ ഗ്ലിംസ് നമുക്ക്
ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയുടെ അവസ്ഥ മാറിപ്പോയി എന്ന് മാത്രമല്ല എൻ്റെ പ്രിയരെ, ഇപ്പോൾ അത് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഫിക്സിങ്ങും മെന്റിങ്ങും ഗ്രീൻ എഡ്യൂക്കേഷനെ കുറിച്ചും ഓസോൺ പാളികളുടെ റിപ്പയറിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് സ്റ്റഡീസ്, ഒരുപാട് ഇതൊന്ന് ശരിയാക്കാൻ മനുഷ്യന്റെ കഴിവിനൊത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് ദിസ് ഗോവിങ് ഫ്രം ബാഡ് ടു വേഴ്സ്, ഇത് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഇത് വേഴ്സ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നിനൊന്ന് ഇത് വേഴ്സ് ആയി. എന്നാൽ നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ആദ്യ ഭാഗം, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലൻ പറയുക, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് വേഴ്സ് ഒരു വേഴ്സ് സിറ്റുവേഷനിലേക്ക് ഭൂമി സൃഷ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കും. ഇതിൽ നിന്നൊരു വിടുതൽ ഭൂമിക്കുണ്ട്. എന്റെ പ്രിയരെ, നമ്മൾ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, കർത്താവിന്റെ കൃപയിലാ, കർത്താവിന്റെ കരുണയില്. ഹല്ലേലൂയ. ഇങ്ങനെ ശപിക്കപ്പെട്ട ഈ ഭൂമിയെ കർത്താവ് തന്റെ കൃപയില് സൂക്ഷിച്ച് നടത്തുന്നത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഹല്ലേലൂയ. പ്രത്യേകമായ ഒരു കരുതൽ ഈ ഭൂമിയുടെ മേൽ ദൈവത്തിനുണ്ട്. നമ്മളത് മനസ്സിലാക്കണേ. ഹല്ലേലൂയ. പക്ഷെ പുസ്തകം പറയുക, ഇത് കർത്താവിന്റെ വരവ് വരെ മാത്രം. കാരണം ഈ കർത്താവിന്റെ വരവിന് ശേഷം, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് ശേഷം ഈ ഭൂമിക്കും ഒരു വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. പ്രിയരെ, ഞാനിത് എന്റെ ചിന്തയിൽ നിന്നുണ്ടാക്കി പറയുന്നതല്ല. നമുക്ക് ചില ദൈവവചന, പഴയ നിയമ വചന ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. 1-2 ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് അല്പം കൂടെ ഒന്ന് വ്യക്തമാവേ. ഒന്നാമത് സങ്കീർത്തനം 102-ന്റെ 25-ാം ഭാഗത്ത് വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 102-ന്റെ 25, പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. ഭൂമിയോടുള്ള ആ ബന്ധത്തിൽ നമുക്ക് സങ്കീർത്തനങ്ങളിൽ നിന്ന് വായിക്കാൻ പറ്റുന്നതാണ്. യെശയ്യാവിന്റെ പ്രവചനം 65-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഇതാ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. യെശയ്യാവ് 65-ന്റെ 17. ഇതാ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. 35-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം യെശയ്യാവിന്റെ പ്രവചനം. അവിടെ നാം കാണുന്നത്, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. യെശയ്യാവിന്റെ പ്രവചനം തന്നെ 32-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നത് നമുക്കതൊന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്ന് ഉറയ്ക്കണം. അങ്ങനെ തന്നെയാ ദൈവവചനം പറയുന്നതെന്ന്. 32-ാം അധ്യായം യെശയ്യാവിന്റെ പ്രവചനം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്,
ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അതും നടക്കുവാൻ പോകുന്ന കാര്യങ്ങളോട് സൂചിപ്പിച്ചും കൂടിയാ പറയുന്നത്. 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ചു പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തുമെന്ന് 11-ാം അധ്യായത്തിൽ നമ്മൾ 6 വാക്യങ്ങൾ തുടർന്ന് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ റെഫറൻസസ് എല്ലാം ആമോസിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതെല്ലാം പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് എടുത്തതാ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ പറയുന്നുണ്ട്, യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അതും ഇനി വരാനിരിക്കുന്ന ആ തേജസ്സിന്റെ ദിനങ്ങളോട് ബന്ധപ്പെടുത്തി പറയുന്നത്. അപ്പസ്തോല പ്രവർത്തികളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ടു തിരിഞ്ഞുകൊള്ളുവിൻ, എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. നിങ്ങൾക്ക് മുന്നിന്ന് നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരും. ആശ്വാസകാലങ്ങൾ വരും, യഥാസ്ഥാനപ്പെടും. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാം പിന്നെയും ക്രിസ്തു യേശുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊളോസ്യ ലേഖനം 1:20 നമ്മൾ വായിക്കുന്നു, ഞാൻ വായിക്കുന്നില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, KV സൈമൺ സാറിന്റെ ഒരു പാട്ടുണ്ട്, അതിന്റെ ഒരു വരി ഇങ്ങനെ, എല്ലാം മംഗളമായി ഇനി നാം വാഴും. എല്ലാം മംഗളമായി ഇനി നാം വാഴും. അപ്പോ ചോദിക്കാം ഒരുപക്ഷെ, ബ്രദറെ ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാ പറയാൻ? എനിക്ക് അതിനുള്ള ആൻസർ ഉണ്ട് പ്രിയരെ. ഇതെങ്ങനെയാ സംഭവിക്കാൻ പോകുന്നതെന്നത് വളരെ ഡോഗ്മാറ്റിക് ആയിട്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, കഴിയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഇതിന്റെ സൂചനകൾ നമുക്ക് കാണാം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചനത്തിലും ആമോസിന്റെ പ്രവചനത്തിലും ഒക്കെ ഭൂമിയുടെ റിനോവേഷൻ ആരംഭിക്കുന്നത് മെശിഹൈക സാമ്രാജ്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമായിട്ടാണ്. മെശിഹൈക, ദ മില്ലേനിയം, 1000 ആണ്ട് വാഴ്ചയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും സംഭവിക്കും. എന്താ? ഹല്ലേലൂയ. ഞാൻ നേരത്തെ വായിച്ചില്ലേ യെശയ്യാവിന്റെ പുസ്തകത്തില് 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ, ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അതിനെ നടത്തും. ഹല്ലേലൂയ. ഇതൊക്കെ അന്ന് 1000 ആണ്ട് ആഴ്ചയില് പുതിയ ആകാശവും പുതിയ ഭൂമിയും ആയി കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇത് 2 സ്റ്റേജസ് ആയിട്ടാണ് പ്രിയരെ നടക്കാൻ പോകുന്നത്. ഈ ഭൂമിയുടെ റീസ്റ്റോറേഷൻ 2 സ്റ്റേജസ്. ഒന്ന്,
1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കാൻ പോകുന്നു. കർത്താവിന്റെ വരവിന് ശേഷം 7 വർഷത്തിന് ശേഷം കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയല്ല, കർത്താവ് തന്റെ വൃതന്മാരെ ചേർക്കാനായിട്ട് മേഘങ്ങളിൽ വരുന്നു. അന്നാണ് സഭ എടുക്കപ്പെടുന്നത്. അതിനുശേഷം 7 വർഷത്തിന് ശേഷം കർത്താവ് തന്റെ സഭയുമായി രാജ്യം സ്ഥാപിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രത്യേക വിഷയമായിട്ടാണ് നമ്മൾ യെശയ്യാവിന്റെ പ്രവചനം 11-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട വാക്യങ്ങൾ. കുഞ്ഞുങ്ങൾ സർപ്പത്തിന്റെ കയ്യിൽ പൊത്തിൽ കൈയിടും എന്നൊക്കെ ആ ഭാഗം നമ്മൾ വായിക്കുന്നത്. കൃത്യമായിട്ട് കേൾക്കണേ. കർത്താവിന്റെ വരവിന് ശേഷം 7 വർഷത്തിന് ശേഷം താൻ സഭയുമായി രാജ്യം സ്ഥാപിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. അതാണ് അതിന്റെ 1-ാം ഭാഗം. രണ്ടാമത്തെ സ്റ്റേജ് എന്നുള്ളത് റെവലേഷൻസിൽ നമ്മൾ കാണുന്നുണ്ട്. 21-ാം അധ്യായം 1-ാം വാക്യം. റെവലേഷൻസ്, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. 1-ാം വാക്യം പ്രകാരം: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല എന്ന് നിങ്ങൾ വീട്ടിൽ പോയി വെളിപ്പാട് പുസ്തകം 21-22 വായിച്ചോളൂ. 21-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. 1-ാമത്തെ ഭാഗം എന്താ? കർത്താവിന്റെ വരവിന് ശേഷം 7 വർഷം. കർത്താവിന്റെ ആദ്യത്തെ വരവില് ക്രിസ്തുവേശുവിൽ ഉള്ളവർ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് പോവുകയും അതിനുശേഷം 7 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് തന്റെ സഭയുമായി രാജ്യം സ്ഥാപിക്കാനായിട്ട് വരുമ്പോൾ സംഭവിക്കുന്നതാണ് 1-ാം ഭാഗം. 2-ാം ഭാഗം അതാണ് ഈ റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 21-ന്റെ 1 മുതൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പുതിയ ആകാശം പുതിയ ഭൂമി. അന്ന് സമുദ്രങ്ങളില്ല. ഹല്ലേലൂയ. പണ്ടുണ്ടായിരുന്നോ? ഏദനിൽ ഇല്ല. ഞാൻ അതിലോട്ടൊന്ന് പോയാൽ നമുക്ക് സമയം ഓൾറെഡി ഇപ്പൊ തീരാറായി. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനത്തിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സെക്കൻഡ് പീറ്റർ 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം എങ്ങനെയാണ്? എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. എൻ്റെ ക്രിസ്തുയേശുവിൽ പ്രിയരെ, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും എത്രയോ ആശ്ചര്യമായിട്ട് യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് അറിയാമോ? ഇത് നിങ്ങൾക്ക് ഉള്ളങ്ങളിലോട്ടൊന്ന് കയറി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കാലത്ത് സെൽഫ് പിറ്റിയോട് പുറത്തുകൊണ്ട് സഹിച്ച് ഒരു വിധത്തിൽ ഞരങ്ങിയും ഞെരുങ്ങിയൊന്നും ജീവിക്കേണ്ട വരത്തില്ല പ്രിയരെ. എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ പ്രത്യാശ, അതുകൊണ്ടാണ് ഞാൻ ഇന്നത് വീണ്ടും എടുത്തു പറഞ്ഞത്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അങ്ങനെയാ പറയുന്നതെങ്കിൽ കൈവിടപ്പെട്ടു പോകരുതേ, നഷ്ടപ്പെട്ടു പോകരുതേ, ദുഃഖിക്കേണ്ടി വരരുതേ, പല്ല് കടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. ഇതിങ്ങനെ തന്നെയാ പ്രിയരെ. പക്ഷെ ക്ഷമയോടെ കാത്തിരിക്കുന്നതിനെയാ എൻ്റെ പ്രിയരെ വിശ്വാസം എന്ന് പറയുന്നത്. ക്ഷമയോടെ കാത്തിരിക്കണം. ഇന്ന് വിശ്വാസത്തോടെ നമുക്കത് കാണാൻ പറ്റുമെങ്കിൽ അന്ന് നമ്മൾ ഈ നയനം സ്വന്തം കണ്ണുകൊണ്ട് കാണും. ഇന്ന് പക്ഷെ സ്വന്തം കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ വിശ്വാസ കണ്ണുകൊണ്ട് കാണണം. അവരാ പിന്നീട് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത്. അതുകൊണ്ട് ഒരു പാട്ടുകാരൻ പാടുന്ന
ഒരു പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: ഇവയിൽ ധ്യാനം മാത്രമേ കരളിൻ അരുളുന്നു ആനന്ദം. ഇവയിൽ ധ്യാനം മാത്രമേ എന്റെ കരളിൻ അരുളുന്നു ആനന്ദം. വാട്ട് അബൌട്ട് അസ്? നമുക്കോ അങ്ങനെ തന്നെയാണോ? ഈ ഭാഗമൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന ഒരു ഭവനം, ഒരു ഒരു നിലനിൽക്കുന്ന ഒരു നഗരമില്ല. ഇതെല്ലാം മാറിപ്പോവും. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഈ റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളില് നമ്മൾ കണ്ടു, ഈ ഭൂമി അല്ലെങ്കിൽ സൃഷ്ടി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എനിക്കറിയാം ഇത് അത്ര വലിയ രസകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് പക്ഷെ നമ്മുടെ നിത്യതയെയും നമ്മുടെ ആത്മാവിനെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ഈ സൃഷ്ടി. ഇതിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരും, മാറ്റം വരും എൻ്റെ പ്രിയരെ. എന്നിട്ട് 20-22 അവസാന ഭാഗങ്ങളിൽ പറയുക, ഇപ്പോൾ ഈ സൃഷ്ടി എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നത് 22-ാം വാക്യത്തിന്റെ അവസാനം, ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഈറ്റുനോവോടിരിക്കുക. ഇതാ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നത്, 24-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. മത്തായി 24-8. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുക, സർവ്വ സൃഷ്ടിയും ഞരങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണ്. എന്ന് വെച്ചാ ഈ സൃഷ്ടി അർത്ഥരഹിതമായ ശബ്ദമൊക്കെ പുറപ്പെടുവിച്ച് നിരാശയുടെയും ഡെസ്പെയറിന്റെയും ഒരു ഞരക്കമല്ല, മറിച്ച് ഇതൊരു ഈറ്റുനോവാ. ഈറ്റുനോവ് എന്താ? ഒരു പ്രസവ വേദനയാണ്. പ്രസവ വേദന നിരാശയുടെ വേദനയല്ല, സന്തോഷത്തിന്റെ വേദനയാണ്. കാരണം വരാൻ പോകുന്ന ആ തലമുറയെ, ആ കുഞ്ഞിനെ ഓർക്കുമ്പോൾ അമ്മയുടെ ഉള്ളങ്ങളിൽ വേദന ഉണ്ടെങ്കിലും ശപിച്ചോണ്ടല്ല, നിരാശയോടെയല്ല. അതുപോലെ ആ സൃഷ്ടിയുടെ, കാരണം ഇതിനു ശേഷം ഇപ്പൊ ഒരു വേദനയുടെ അവസ്ഥയിലാ. ഇത് നമുക്കും ഉണ്ടാവണം എൻ്റെ പ്രിയരെ. ഇപ്പൊ ഒരു വേദനയുടെ അവസ്ഥ, പക്ഷെ വരാൻ പോകുന്ന സന്തോഷം കുറിച്ച് ഓർക്കുമ്പോ ഞരങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയ, നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളില് ഈ വരാനുള്ള പ്രത്യാശയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞരങ്ങുന്നു. നമുക്ക് ആ സന്തോഷം ദൈവം നമ്മുടെ ഉള്ളങ്ങളിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് തരുന്നത്. നമുക്ക് ഞരക്കമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളങ്ങളിൽ ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഉള്ളങ്ങളിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങിയിരിക്കുക അല്ലെ? ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങി. അത് പെന്തക്കോസ്ത് നാളില് നമുക്ക് തുടങ്ങിയിരിക്കുക. ആത്മാവ് വന്നു. അതാ താഴെ 23 ആത്മാവെന്ന ആദ്യ ഫലം, ആദ്യ ദാനം ലഭിച്ചിരിക്കുക അതുകൊണ്ട് നമുക്കിനി പ്രത്യാശയുണ്ട്. പക്ഷെ അതേസമയം ഞാൻ ഇത് പറയുമ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പെയിൻ ഉണ്ട്, ഒരുപാട് കഷ്ടതയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നത്. വി ഗ്രോൺ ഇൻവേർഡ്ലി ഡിയർ ചിൽഡ്രൻ, ഡിയർ ഫ്രണ്ട്സ്. പക്ഷെ അതിനെ അല്പം കൂടെ ഒന്ന് വ്യക്തമാക്കാൻ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം ഒന്ന് വായിച്ചാൽ, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, ഈ കൂടാരത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. ഞങ്ങൾക്ക് ഞരക്കമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഉടുപ്പുള്ളവരാ, പ്രത്യാശയുള്ളവരാ. 4-ാം വാക്യത്തില് ഉരിയുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഉയർപ്പ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് അപ്പോസ്തലനെ ആ ഒരവസ്ഥയിലായിരിക്കുന്നത്? കാരണം എന്റെ പ്രിയരെ, നമ്മുടെ രക്ഷയിൽ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിച്ചിട്ടുള്ളതാണ്. പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണത്തിൽ, നിത്യമരണത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോഴും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഹാഫ് സേവ്ഡ് അവസ്ഥയിലാണ്.
പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് നാം മാറ്റപ്പെട്ടിട്ടില്ല. ഈ പാപത്തിന്റെ അവസ്ഥ സ്വാധീനത്തിൽ നിന്ന് മാറ്റപ്പെടാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലത്തെ സന്തോഷവും അനുഗ്രഹവും ഒന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ പാപജട അതിന്റെ തടസ്സമായിട്ട് വരും. ഇതാ നമുക്കുള്ള ക്രൂശ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1-2-3 ആഴ്ചയ്ക്കും പറഞ്ഞല്ലോ, അതിനെ ജയിച്ച് നമ്മൾ മുൻപോട്ട് പോകണം. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് അത്യുത്തമം. പണ്ട് പാപത്തിലായിരുന്നു, ഇപ്പോൾ ഉത്തമമായതില്ല. പണ്ട് പാപത്തിലായിരുന്നു, ഇപ്പോൾ ഉത്തമം. കാരണം എന്റെ ആത്മാവിന്റെ ഞാൻ മരണത്തിന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇപ്പൊ ഉത്തമമായില്ല. പക്ഷേ അത്യുത്തമമായിട്ടുള്ളത് വരാനുണ്ട്. ഹല്ലേലൂയ. ആ അത്യുത്തമത്തിലേക്ക് കടക്കുന്നത് വരെ ഞങ്ങൾ ഞരങ്ങി ജീവിക്കുന്നു അപ്പോസ്തലൻ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ കാഴ്ചപ്പാടും പഠിപ്പീരുകളും വെളിപ്പാടുകളും ഇങ്ങനെയായിരുന്നേ. പക്ഷെ ഞങ്ങള് പണ്ട് ഒമാനിലായിരുന്നപ്പോ ഇതൊന്നും സെക്കൻഡ് ഹാൻഡ് അല്ല, ഫസ്റ്റ് ഹാൻഡ് ഞങ്ങള് കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കൊണ്ട് പറയുക. ഈ പൗലോസ് അപ്പോസ്തലനെക്കാളും കേമന്മാരായിട്ടുള്ള ചിലരുണ്ട്. അവരിങ്ങനെ പറയും, ഞങ്ങളിപ്പോൾ പുനരുത്ഥാനം ചെയ്ത ശരീരത്തിലാ ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പണ്ടൊരു സഹോദരി പറഞ്ഞു, ഞാൻ പ്രസവിച്ചപ്പോൾ വേദന അറിഞ്ഞതേ ഇല്ല, കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത അവസ്ഥയിലായിരിക്കും. എന്തൊരു വേദ വിപരീതമല്ലേ, എന്തൊരു വചന വിപരീതമാണ്. അതല്ലേ നമ്മൾ ചില വീഡിയോസ് കാണാറില്ലേ, ഇതൊന്നും ഞങ്ങളെ ബാധിക്കത്തില്ല, മേത്തൂടെ ചൂടുവെള്ളം ഒഴിക്കുന്നതും പാമ്പിനെ കൈപിടിച്ച് കുടിക്കുന്നതും പാമ്പിന്റെ കടിയേറ്റ് ചാവുന്നതൊക്കെ നമ്മൾ കണ്ടല്ലേ. എന്റെ പ്രിയരെ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് പറയുക, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ല, സോ ഞങ്ങൾ ഞരങ്ങി ജീവിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു അസുഖം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു പിമ്പിള് പോലും ഇല്ലാത്ത ആരും ഇല്ലല്ലോ. അപ്പോ ഇപ്പോ ഉള്ള അവസ്ഥയാണോ പുനരുത്ഥാനത്തിൽ ഇരിക്കാൻ പോകുന്ന അവസ്ഥ? ഞങ്ങളിപ്പോ പുനരുത്ഥാന സ്റ്റേജിലാണെന്ന് ഇപ്പൊ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, വേദനയില്ലാത്ത കണ്ണുനീരില്ലാത്ത രാജ്യത്താ ഞങ്ങളിപ്പോ ഇരിക്കുന്നെന്ന് ആരും പറയുന്നുണ്ടെങ്കിൽ, അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയാണോ പുനരുത്ഥാനം? അങ്ങനെയാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. പക്ഷെ എന്റെ പ്രിയരെ, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ല, പക്ഷെ സംഭവിക്കും. അതിന്റെ ഉറപ്പ് എന്നാന്നറിയാവോ? അതിന്റെ ഉറപ്പാ ഇപ്പോൾ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സംഭവിച്ചു എന്നുള്ളത്. അതാ 23-ാം വാക്യം നോക്കിക്കേ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോ ഈ ആദ്യഫലം എന്ന് പറയുന്നത്, ആദ്യഫല പെരുന്നാൾ യഹൂദന്മാരുടെ ഇടയിലുണ്ട്. ആദ്യഫലം, ദ ഫീസ്റ്റ് ഓഫ് വീക്സ്. ആദ്യഫലം. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സാധനം ഉണ്ട്, അതിന്റെ ആദ്യഫലം കൊണ്ട് പള്ളി കൊടുക്കുന്ന ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെല്ലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഇത് മാങ്ങ വല്ല ആദ്യം ഉണ്ടാകുന്നത്, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും അതിന്റെ ആദ്യഫലം പള്ളിക്ക് കൊടുക്കും. ഹല്ലേലൂയ. ഈ ആദ്യഫലത്തിന്റെ പെരുന്നാൾ സൂചിപ്പിക്കുന്നത് എന്നാന്നറിയാവോ? ആദ്യഫലത്തിന്റെ പെരുന്നാൾ സൂചിപ്പിക്കുന്നത് പുറകെ ഒരു വലിയ വിളവെടുപ്പ് വരികയാണ്, അല്ലെ? ആദ്യഫലമാകുന്ന ആത്മാവെന്ന ആദ്യ ദാനം എനിക്ക് ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഇതിന് പുറകെ ഒരു വലിയ വിളവെടുപ്പുണ്ട്. അതെന്താ? എന്റെ ശരീരത്തിന്റെ ഉയർപ്പ്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നെങ്കിൽ, നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവം തന്നെങ്കിൽ, അതിന്റെ പിന്നിൽ വരാൻ പോകുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പെന്ന വലിയ വിളവെടുപ്പാണ്. എന്റെ പ്രിയരെ,
ഹല്ലേലൂയ. അത് നമുക്ക് കർത്താവ് തരാൻ പോവുകയാ. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളങ്ങളിൽ ഉറക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവര് ആ ഒരു ബോധ്യത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ. എനിക്ക് അതാ എന്റെ ഉറപ്പ്. ഹല്ലേലൂയ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനകത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മൾ ഈ 23 വരെയുള്ള ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവ് വരാൻ പോവുകയാണ്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ചുറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ ഒരുങ്ങേണ്ട സമയമാ. നമ്മൾ ആരും, എൻ്റെ പ്രിയരെ, കൂട്ടായ്മയിൽ വരുന്നവരാരും കൈവിടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരെ പ്രിയരെ, ഒരു തീരുമാനവും ഒരു ഒരു ഉറപ്പും ഉണ്ടാവും. ഡിസിഷൻ, ഡിസയർ ആൻഡ് ഡിറ്റർമിനേഷൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോട്, നമ്മുടെ അടുക്ക് ദൈവം നമ്മുടെ വാതിക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് തുറന്നു കൊടുക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ ചെയ്യും. ഈ വചനം പറയുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ച് പഴയ നിയമ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചത് നടന്നില്ല എൻ്റെ പേരെ. അങ്ങനെയെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആദ്യ അധ്യായങ്ങളിൽ കാണുന്നത് പോലെ ഗലീല കടലിലെ പുരുഷത്തോട് ദൈവത്തിന്റെ ദൂതന്മാർ, നിങ്ങൾ എന്ത് മുകളിലോട്ട് നോക്കി നിൽക്കുന്നു, ഈ പോയവൻ അതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് തന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കൃത്യമായിട്ടായിരിക്കും അത് നടക്കാൻ പോകും. ഹല്ലേലൂയ. അതാ ദാവീദ് അന്ന് പറഞ്ഞത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ? ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. എന്റെ പ്രിയരെ, നമുക്ക് ആ ഒരു കൃപ ദൈവം തന്നിരിക്കുക. ഹല്ലേലൂയ. അതിൽ നമുക്ക് നിലനിൽക്കാം. അതിനായിട്ട് ഉറയ്ക്കാം നമ്മുടെ ഉള്ളങ്ങളില്. നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് ഈ സൃഷ്ടി പോലും കാത്തിരിക്കുക. കാരണം സൃഷ്ടിയുടെ വിടുതലിനായിട്ട്, ദൈവപുത്രന്മാരുടെ ആ വെളിപ്പാട് എന്നായിരിക്കുമെന്ന് ആകാംക്ഷയോടെ സൃഷ്ടി പോലും കാത്തിരിക്കുക. കാരണം എന്നാലേ ഞങ്ങൾക്ക് ഒരു വിടുതലുള്ളൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് രാത്രിയിൽ ആ ഒരു തീരുമാനത്തോടെ മടങ്ങിപ്പോകാം. ഹല്ലേലൂയ.